നിയമം നോക്കുകുത്തിയായപ്പോൾ നിയമം പാലിക്കേണ്ടവർ സ്വയം കണ്ണടച്ചിരുട്ടാക്കിയപ്പോൾ പൊലിഞ്ഞു പോയത് ഒരു കുടുംബത്തിന്റെ വെളിച്ചമായിരുന്നു. നിയമത്തിന്റെ ഈ ഉദാസീനതയ്ക്ക് ഇന്നലെ നെന്മാറയിലെ 2 പെൺകുട്ടികളുടെ കണ്ണീരിന്റെ കണക്കുകൾ വീട്ടാൻ സാധിക്കുമോ? 5 വർഷം മുമ്പ് അമ്മയെ കൊന്നവൻ ഇക്കഴിഞ്ഞ ദിവസം അച്ഛനെയും മുത്തശ്ശിയെയും കൊലക്കത്തിക്കിരയാക്കിയപ്പോൾ പൊലിഞ്ഞത് ആ പെൺകുട്ടികളുടെ സനാതത്വം മാത്രമായിരുന്നില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് പ്രശാന്ത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിയമത്തിന്റെയും നിയമപാലകരുടെയും മേലെയുള്ള വിശ്വാസം കൂടിയാണ്. നെന്മാറ പോലെ ഒരു ഉൾനാടൻ പ്രദേശത്ത് ഒരു കൊലയാളി ജാമ്യത്തിലിറങ്ങി വീണ്ടും അതേ കുടുംബത്തിലെ 2 പേരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥ. ആരാണ് കാരണക്കാരൻ? പ്രശാന്ത്, അതായത് ഇപ്പം രോഹിത് സാർ ചോദിച്ച ചോദ്യം വളരെ ജെന്യുവൻ ആയൊരു ചോദ്യമാണ്. ആരാണ് കാരണക്കാരൻ? ശരിക്കും ആരാണ് കാരണക്കാരൻ? സാറിന്റെ അഭിപ്രായത്തിൽ ആരാണ് കാരണം? അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ ചോദ്യത്തിന് എന്റെ ഉത്തരം ഇതാണ്: നിയമവും കാക്കിയിട്ടവരും തന്നെയാണ് കാരണക്കാരൻ. ഈ അഖില, അതായത് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ, അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കൊച്ചുമകൾ അഖില ഒരാഴ്ച മുന്നേ നമ്മുടെ നെന്മാറ സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുത്തിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയെ കൊന്ന കൊലയാളി ഞങ്ങളുടെ വീടിന് തൊട്ട് മുന്നിൽ വന്ന് താമസിക്കുന്നു, ഞങ്ങൾക്ക് ഭയമാണ്, അവർ നടപടി എടുക്കണം. നെന്മാറ പോലീസ് എന്താണ് ചെയ്തത്? ആളെ വിളിച്ചു വരുത്തി. ഓർക്കണം, ജാമ്യ വ്യവസ്ഥയിൽ നെന്മാറ പോലൊരു പ്രദേശത്തേക്ക് ഒരിക്കലും കടന്നു ചെല്ലുവാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതി വെച്ചുള്ള ഒരു പ്രതിയാണ്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു ചെന്താമരയ്ക്കുള്ള ആദ്യത്തെ ജാമ്യ വ്യവസ്ഥ. പിന്നീട് അത് നെന്മാറ പഞ്ചായത്താക്കി. പക്ഷേ ആദ്യം നടത്തിയ കൊലപാതകം നടന്ന സ്ഥലത്തിന് 100 മീറ്റർ ഇപ്പുറത്താണ് ചെന്താമര താമസിച്ചുകൊണ്ടിരുന്നത്. സുധാകരന്റെ മകളുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ചെന്താമര പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ തയ്യാറായില്ല. അപ്പോ SI പുറത്തിറങ്ങി വന്ന് ചെന്താമരയെ തട്ടിത്തലോടി ആശ്വസിപ്പിച്ചു. അവിടെ പ്രിവിലേജ് ആർക്കാണ്? ചെന്താമരയ്ക്കാണ് പ്രിവിലേജ്. അപ്പോൾ എന്താണ് ഒരു ക്രിമിനലിന് പ്രിവിലേജ് കൊടുക്കുന്ന സംസ്ഥാനം? അത് എത്രമാത്രം ഭയപ്പെടേണ്ടതാണെന്നാണ് രോഹിത് സാറെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനും അപ്പുറത്തേക്ക് ഒരു സ്ത്രീയെ കൊല്ലും. 4 വർഷങ്ങൾക്ക് ഇപ്പുറം ആ സ്ത്രീയുടെ വെട്ടിക്കൊല്ലുന്നു. സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. അയാൾ ഇന്നലെ കൊടുത്ത മൊഴി, അയാള് കാട്ടിലേക്ക് ഒളിവിൽ പോവാണ്. 50 മണിക്കൂർ സമയം ഇയാളെ പിടിക്കാൻ വേണ്ടി കൂടെ നിന്ന നാട്ടുകാരെ രാത്രി പോലീസ് ലാത്തിചാർജും മറ്റേ പെപ്പർ സ്പ്രേയും അടിച്ച് ഓടിക്കുന്ന കാഴ്ച. അതിന് പറയുന്ന കാരണമാണ് ഏറ്റവും രസകരം. ഈ പറഞ്ഞ കൊലയാളി, അതും 3 കൊല, ഒരു നിശ്ചിത കാലയളവിൽ 3 കൊല നടത്തിയിട്ടുള്ള ഒരു കൊലയാളിയെ ജനങ്ങൾ ആക്രമിക്കും. സാറേ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം, ജനങ്ങളുടെ നിയമത്തിലേക്ക് വിട്ടുകൊടുക്കണം. നിയമത്തിനെതിരാണ്, സമ്മതിച്ചു. പക്ഷേ ഇവിടെ ചെയ്ത സംഭവം എന്താണ്? സുധാകരനും സുധാകരന്റെ അമ്മയ്ക്കും സുധാകരന്റെ മക്കൾക്കും കിട്ടാത്ത നീതി ന്യായം എന്തിന് ചെന്താമര? ആ ചോദ്യം അതാണ് എന്റെ ചോദ്യം അതാണ്. സുധാകരന് കിട്ടാത്ത നീതി. ഈ ഇന്നലെ കൊടുത്ത മൊഴി, ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു SP കൊടുത്ത മൊഴി ഇന്ന് പുറത്തു വരുമ്പോൾ ഞെട്ടലുളവാക്കുന്നതാണ്. അയാളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് 5 പേരാണ്. സാറ് ചിന്തിക്കണം, അയാളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള എത്ര പേരാണ്? 5 പേരാണ്. ഭാര്യ, പ്രസവിച്ചു കിടക്കുന്ന മകള്, മരുമകന്, അതുപോലെ ഇന്നിപ്പോൾ വരുന്ന ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ. അയാളെ പക ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു സൈക്കോയാണ്. അയാൾ അന്ധവിശ്വാസത്തിനും കൂടി അടിമയായാലോ? ഭയാനകമാണ് അവസ്ഥ. അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട പക ഉള്ളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു സൈക്കോ. ഇന്നലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ അദ്ദേഹത്തിന്റെ അമ്മായി അല്ലെ, അമ്മാവന്റെ ഭാര്യയെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നു. അയാൾക്ക് പകയാണ്. ഇപ്പൊ ഈ സുധാകരനെ കൊല്ലാനുള്ള കാരണം എന്താണ്? സുധാകരൻ പറഞ്ഞ എന്താണ്? എന്റെ ഭാര്യയെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതിലുണ്ടായ ഒരു പ്രൊവോക്കിംഗ് ആണ്. അയാൾ ഇനിയും കൊല നടത്തും. അയാൾ ഇനിയും പുറത്തിറങ്ങിയാൽ കൊല നടത്തും. അയാൾ ഇനിയും പുറത്തിറങ്ങുമല്ലോ. ഇറങ്ങും. അതാണല്ലോ ഈ ഇന്ത്യയിലെ നിയമം. ഇവിടെ കള്ളനും കൊലപാതകയ്ക്കും വേണ്ടി എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റെന്താന്ന് സാറിന് അറിയൂ? ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തെറ്റെന്താന്ന് സാറിന് അറിയൂ? നമ്മൾ ആഗ്രഹിച്ച് മേടിച്ച വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുക, ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക, ലൈസൻസ് വീട്ടിൽ വെച്ച് എടുക്കാൻ മറന്നു പോവുക. ഇതൊക്കെയാണ് സാറേ ഈ കേരളം കണ്ട ഏറ്റവും ഭീകരമായ കുറ്റകൃത്യങ്ങൾ. ഇതൊക്കെയാണ്. സാറിന് ഒരാളെ കൊല്ലണം, സാറ് പോയി കൊന്നു. ചെന്താമരയെ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം പിടിക്കുമ്പോഴുള്ള ദൃശ്യങ്ങളും ഇപ്പൊ പിടിച്ച ദൃശ്യങ്ങളും കാണണം. ചെന്താമര സുന്ദരനായി തങ്കക്കുടമായിട്ടിരിക്കുകയാണ്. ആ പേരിൽ തന്നെ ഒരു ഓമനത്വമാണ്. നമുക്ക് ആ പേരാണെന്ന് തോന്നുന്നു പ്രിവിലേജ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്, രാഷ്ട്രീയ പരാമർശമാണ് നടത്തിയെങ്കിൽ പോലും പിന്നെ ഈ ചുവപ്പും താമരയും ചേർന്നവൻ. അതെ. അപ്പോ കേരളം ഭരിക്കുന്നവനും കേന്ദ്രം ഭരിക്കുന്നവനും ഒരുപോലെ പ്രിയപ്പെട്ടവനാവും പേരുകൊണ്ട് ചെന്താമര. അതെ. സാറേ, ഇപ്പം ഒരു കുറ്റവാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് കുറ്റവാളിയായാലും
നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്ത ക്രൈമാണ് അല്ലെ അയാളുടെ ശിക്ഷയുടെ അളവ് തീരുമാനിക്കുന്നത്. ഇപ്പം സാറ് എനിക്കറിയാം ആദ്യം നോക്കുന്നത് ഇയാൾ ഏത് രാഷ്ട്രീയക്കാരനാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആണോ, BJP കാരനാണോ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണോ? അതെന്തിനാണ്? ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഒരു കൊലയോ അല്ലെങ്കിൽ ഒരു കൊല്ലപ്പെട്ട സുധാകരന്റെ മകളുടെ പേര് ഹണി റോസ് ആണെന്നോ ആ കുട്ടി ഒരു സിനിമാ നടിയോ ആയിരുന്നുവെങ്കിൽ നടപടി എളുപ്പം നടന്നേനെയായിരുന്നു. പിന്നെ ഇന്ന് ചെന്താമര സാറിന് ചിന്തിച്ചു നോക്ക്, കുന്തി ദേവിയോടൊന്ന് ഉപമിച്ച് പോയതിന്റെ പേരിൽ ഇന്നും കേരളത്തിന്റെ 14 ജില്ലകളിലും ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഒരു വ്യക്തി നമ്മുടെ ഹണി റോസിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു പോയി. അതിന്റെ പേര് അതേ കൗത്തുപോയി. അതിൽ അയാളെ ന്യായീകരിക്കാനൊന്നും നമ്മളില്ല. ഇല്ല, ഞാൻ പറഞ്ഞ ന്യായീകരണമല്ല, ഈ ബിസിനസ്സുകാരുടെ കേസിലല്ല സാറേ ഞാൻ പറഞ്ഞത്. ഇപ്പം അഖില എന്നുള്ള സ്ഥാനത്ത് അവിടെ ഒരു സിനിമ നടിയുടെ പേര് അല്ലെങ്കിൽ ആ കുട്ടി ഒരു 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആരാധക വൃന്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമായിരുന്നു. അതെ. ഇവിടെ സാറേ ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, സാറ് തെറ്റിദ്ധരിക്കട്ടെ, ഒരു ഉദാഹരണം പറയുകയാണ്. ഈ റോഡിൽ ഒരുപാട് പട്ടികൾ വണ്ടി കയറി ചാവാറില്ലേ? ഒരുപാട് പട്ടികൾ വണ്ടി കയറി ചാവാറുണ്ട്. അതൊന്നും വാർത്തയാവാറില്ല. ഒരു നടന്റെയോ നടിയുടെയോ വീട്ടിലെ പട്ടി കത്ത് കഴിഞ്ഞാൽ അതൊരു വാർത്തയാണ്. അപ്പോ എന്താണ് വാർത്തയാകുന്നത്? ആ പട്ടിയല്ല വാർത്തയാകുന്നത്, ആ പട്ടിയുടെ പെഡിഗ്രി അല്ലെങ്കിൽ ആ പട്ടിയുടെ നിലവാരമാണ് വാർത്തയാകുന്നത്. ഇവിടെ വാർത്താ പ്രാധാന്യമില്ലാത്ത കുടുംബശീതലമായി പോയി. ഇനി ആ കുടുംബത്തിൽ ആരുണ്ട്? ആ പെൺകുട്ടികൾക്ക് ആരുണ്ട്? അമ്മ 5 വർഷം മുന്നേ പോയി, മിനിഞ്ഞാന്ന് അച്ഛൻ പോയി, മുത്തശ്ശി പോയി. എത്ര കാലം ആ കുട്ടിയെ മറ്റുള്ളവർ സംരക്ഷിക്കും? ആ കുട്ടികൾ ബാധ്യതയായി മാറും ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് ഈ ലോകം അല്ലേ? സ്വന്തമല്ലാത്ത ഒന്നിനെയും ഒരുപാട് കാലം താങ്ങിക്കൊണ്ട് നടക്കില്ല. ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ഇറങ്ങിച്ചെന്ന് ചെന്താമരയ്ക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന ഇൻസ്പെക്ടർ ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊരു കുടുംബം, അല്ലെങ്കിൽ അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കൂ, അല്ലെങ്കിൽ ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ? ഇല്ല, നഷ്ടം അവരുടേത് മാത്രമാണ്. പൊളിച്ചെഴുതപ്പെടേണ്ടത് ഈ രാജ്യത്തെ നിയമമാണ്. ഇവിടെ ആർക്കും ആരെയും എന്തും ചെയ്യാം, എങ്ങനെയും കുറ്റകൃത്യങ്ങൾ ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി വരും. ഉദാഹരണമുണ്ട്, ഒറ്റക്കയ്യൻ ഒരുത്തൻ കിടപ്പുണ്ട്, തടിച്ചു കൊഴിച്ച് സുന്ദരനായി കിടപ്പുണ്ട്. പെരുമ്പാവൂർ നിയമ വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായിട്ട് കുത്തി കീറിക്കളഞ്ഞ കൊലയാളി കിടപ്പുണ്ട്. അവരൊക്കെ പോയ രൂപവും ഇപ്പോഴത്തെ രൂപവും നോക്കുക. ഇതാ അടുത്ത ദിവസം ശിക്ഷ കഴിഞ്ഞൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. ഞാൻ അവരുടെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് വലിച്ചിടാനോ പോകുന്നില്ല. ഓക്കെ, കാരണം അവർ വധക്കേസിലെ പ്രതി ഇതാ പുറത്തിറങ്ങാൻ പോകുന്നു. അവര് പോയതിന് സുന്ദരിയായിരിക്കുകയാണ് ഇപ്പോ. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയാലോ സാർ, എനിക്ക് തോന്നുന്നുണ്ട് ജയിലോട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്ത് സാറ് അതിന്റെ മെനു, ഈ ജയിൽ ഭക്ഷണത്തിന്റെ മെനു ഇതാ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ജയിൽ ഭക്ഷണത്തിന്റെ മെനു എന്റെ മൊബൈലിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ സാറിന് വായിച്ചു കേൾപ്പിക്കാം, സാറിന് അറിയാവുന്നതാണ്. അവർ മുടിയൊക്കെ വെട്ടും കേട്ടോ, യൂട്യൂബർ മണവാളിന്റെ മുടിയൊക്കെ വെട്ടും. അല്ല, യൂട്യൂബർ മണവാളിന്റെ മുടി സാറേ ഇതൊരു നേർച്ചയുടെ പുറത്ത് വെച്ചിരിക്കുന്ന അവിടെ കിടക്കും, നമ്മളത് മുറിച്ച് പറ്റും, അത് കുഴപ്പമില്ല. മുടി പോയാലും സാറേ 4 നേരം മൃഷ്ടാന്ന ഭക്ഷണമാണ്. രാവിലെ സാറ് ചിന്തിക്കുക, ഉപ്പാവ് അല്ലെങ്കിൽ ഇഡലി, അതിന്റെ കൂട്ടത്തിൽ ഏത്തപ്പഴം. എത്ര ദിവസം സാറ് വീട്ടില്, എല്ലാ ദിവസവും സാറ് വീട്ടിൽ ഏത്തപ്പഴം കൂട്ടിയാണോ കുട്ടും? ഞാൻ ഏത്തപ്പഴം കഴിച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായി. ജയിലിലുള്ളവന്മാര് 1.5 ദിവസങ്ങളിൽ കഴിക്കുന്നുണ്ട്. സാർ ആട്ടിറച്ചി കഴിച്ചിട്ട് എത്ര ആളായി? കിലോ 1000-ന് മണ്ട വിലയാണ്. 6 മാസത്തോളമായി ആയല്ലേ? ഞാൻ ഏകദേശം 3-4 മാസത്തോളമായി. പക്ഷെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജയിലിൽ കിടക്കുന്നവരൊക്കെ കിട്ടുന്നുണ്ട് സാറേ. മൃഷ്ടാന്ന ഭോജനം, കട്ട തൈര്, അതും ഇറച്ചി കറിയൊക്കെ അളവിലാണ് കൊടുക്കുന്നത്. അളവ് കൃത്യമായ തൂക്കത്തില്ല. നമ്മുടെ മെമ്പറോത്തുകാർ കൊണ്ട വെക്കുന്നവരെ ഞാൻ കഴിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ 2-3 കഷ്ണം ബാക്കി ഗ്രേവി അല്ല. ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായി. സാറേ പണ്ട് കാലത്ത് ജയിലില് നീയൊക്കെ ഉണ്ട നിന്നോടാന്ന് പറയുമായിരുന്നു. ഇന്ന് ഏത് ജയിലിലെങ്കിലും ഉണ്ടോ? ഇന്ന് നീയൊക്കെ അതെ ചോറുരുട്ടി നല്ല മീൻകറി കൂട്ടി ക്യൂവിൽ നിർത്തി രാവിലെ സാർ ഒരു കപ്പിലാണ്, ഒരു വലിപ്പമുള്ള കപ്പിലാണ് കോഫി. അതും നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളം കൂട്ടി വെച്ചിട്ടില്ല. നമ്മൾ 1/2 ലിറ്റർ പാല് മേടിച്ചിട്ട് 2 നേരത്തേന് വെള്ളം കൂട്ടി ഒഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നിയമ വ്യവസ്ഥിതി ഇപ്പൊ ശരിക്കും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? ചെന്താമര സാറേ നിയമത്തെ വെല്ലുവിളിക്കുന്നതല്ല സാറേ, നിയമത്തെ വെല്ലുവിളിക്കുന്നതല്ല. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ തൃപ്തനല്ല ഇവിടുത്തെ നിയമത്തില്. 100% ഞാൻ ഇവിടുത്തെ നിയമത്തിൽ തൃപ്തനല്ല എന്ന് പറയും. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ ഈ ഇവർക്ക് നിയമം അവരുടെ ആ ഒരു കേസ് കോടതിയിലേക്ക് എത്തുന്ന ഒരു സമയത്ത് പറഞ്ഞ ഒരു മൊഴി അല്ലെങ്കിൽ ഒരു വാക്ക്, അതിപ്പം ഭയങ്കര വൈറലായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. എനിക്കിപ്പം 24 വയസ്സ്, 38-ാം വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും, ഞാൻ പിന്നെ ജീവിച്ചോളാം. അതുകൊണ്ടാണല്ലോ വധശിക്ഷ ലഭിച്ചത്. കിട്ടോ? തൂക്കിക്കൊല്ലോ? സാറിന് ഉറപ്പുറ തൂക്കിക്കൊല്ലോ? ഇല്ല സാറേ, ഹൈക്കോടതിയിലെ അത് ജീവപര്യന്തമാവും. എന്തുകൊണ്ടാണ് വധശിക്ഷ എന്ന് ഈ പറയുന്ന കീഴ്ക്കോടതി എഴുതിയതെന്ന് സാറിന് വ്യക്തമായിട്ട് അറിയാമല്ലോ. അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ മേൽക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അത്
ജീവപര്യന്തമായിട്ട് മാറുകയുള്ളൂ. ഇവിടെ ജീവപര്യന്തം എഴുതിയിട്ടുണ്ടെങ്കിൽ മേൽക്കോടതി ചെല്ലുമ്പോഴേക്കും അവരെ വെറുതെ വിട്ടു. ഗ്രീഷ്മ പറഞ്ഞതാണ് നടക്കാൻ പോകുന്നത്. ഇതേ സംഭവം മുൻപ് പാലക്കാട് വിഷ്ണുപ്രിയ കൊലക്കേസ്, സാറിന് ഓർമ്മയുണ്ടോ? വിഷ്ണുപ്രിയ കൊലക്കേസ്, വിഷ്ണുപ്രിയയെ കൊന്ന കാമുകൻ, അയാള് മാധ്യമങ്ങൾക്ക് മുന്നിൽ അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കിപ്പോൾ 18 വയസ്സേ ഉള്ളൂ, ഞാൻ എൻ്റെ 30-32 വയസ്സിൽ തിരിച്ചറിഞ്ഞു, ഞാൻ പിന്നെ ജീവിച്ചോളാം. ഗ്രീഷ്മ പറഞ്ഞതും ഈ പറയുന്ന വിഷ്ണുപ്രിയയെ കൊന്ന കൊലയാളി പറഞ്ഞതും ഒരേ വാക്കുകളാണ്. അതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചെന്താമരയ്ക്ക് കിട്ടിയ പ്രിവിലേജും അത് തന്നെയാണ്. 5 വർഷം കഴിഞ്ഞ ചെന്താമര ജാമ്യത്തെ ഒന്ന് 2 പേരെ കൊന്നു. ഇന്നലെ ഈ ചെന്താമരയെ പിടിച്ചതിന് ശേഷം നാട്ടുകാരെ പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ച് ഓടിച്ചതിന് ശേഷം DYSPയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പുള്ളി ആഹാരം കഴിച്ചിട്ടില്ല, ആഹാരം പറഞ്ഞു. അതിനാണ് DYSPക്കുള്ള എപ്രാളം തന്നെ, അതിനാണ് പുള്ളിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ വളരെ രസകരമായ ഒരു കമന്റ് ഞാൻ ഇന്നലെ നോട്ട് ചെയ്തിരുന്നു. ചെന്താമര 2 ദിവസമായി നിരാഹാരത്തിലാണ്, നാരങ്ങാവെള്ളം കൊടുത്തതിന് ശേഷം മതി ബീഫ് ബിരിയാണി. പ്രതിഷേധമാണ് കമന്റ് ബോക്സ്, ഈ വാർത്തകളുടെ കമന്റ് ബോക്സ് മുഴുവൻ പ്രതിഷേധമാണ്. എല്ലാവരും കാക്കിയിട്ടവരല്ല, അല്ലെങ്കിൽ എല്ലാവരും നിയമം വരച്ചു കാണിക്കുന്ന വഴിയെ പോകുന്നവരല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയുണ്ട്, അവർ പ്രതികരിക്കും. പക്ഷേ നമ്മുടെ സിനിമകളിലും നോവലുകളിലുമൊക്കെ കാണുന്നത് പോലെ നിയമം ജനങ്ങൾ കയ്യിലെടുക്കുന്ന ഒരു കാലം വിദൂരമല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോഴത്തെ വാർത്തകൾ പോകുന്നത്. സാർ, ഈ കഴിഞ്ഞ മുൻപൊക്കെ ഒരു ക്രൈം റിപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു സാർ? ഒരു ക്രൈം എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? 1 മാസത്തെ അല്ലെങ്കിൽ ഒരു 6-7 മാസത്തിനിടയിലാണ് ഒരു കൊലപാതകം റിപ്പോർട്ട് ചെയ്തത്. സംസാരിക്കുമ്പോൾ എറണാകുളത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. അബോധാവസ്ഥയിൽ പെൺകുട്ടി ഹോസ്പിറ്റലിലാണ്. അതെ സാർ, ഈ തിരുവനന്തപുരത്ത് ആതിര കൊലക്കേസ്, ആതിര വധക്കേസ് നടന്ന അതേ ദിവസം തന്നെ സമാനമായ ഒരു കേസ് കൊല്ലത്ത് നടന്നിട്ടുണ്ട്. ഭാര്യയെ ഭർത്താവാണ് കൊന്നതെന്നേ ഉള്ളൂ, മറ്റേത് കാമുകൻ, ഇവിടെ ഭർത്താവ്. സാറിന് ചിന്തിച്ചു നോക്കുക, അയാൾക്ക് ആ വീട്ടിലേക്ക്, അത്രയും തിരക്കുള്ള ഒരു സ്ഥലം, മെയിൻ റോഡ് സൈഡിൽ, ആ വീട്ടിൽ ചെന്ന് ഒരു കൊല നടത്തിയേച്ച് രക്ഷപ്പെട്ട് പോയിട്ട് അയാൾ ട്രെയിനിൽ കയറി പോകുന്നു, ചങ്ങനാശ്ശേരി വരേക്കും ആ കൊലയാളി എത്തുന്നു. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്നേരവും തിരുവനന്തപുരത്തെ ആ ഒരു ചുറ്റുവട്ടം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം വരെ ഒരു കൊലയാളി തിരുവനന്തപുരത്ത് നിന്ന് കൊല ചെയ്ത് ട്രെയിനിൽ കയറി പിന്നീട് ബസ്സിൽ കയറി ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി വരേക്കും എത്തി. ആ വീട്ടുകാർ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ കൊലയാളി സുഖമായിട്ട് അയാൾ എറണാകുളത്ത് ചെന്ന് ഡ്രസ്സും എടുത്ത് പുള്ളി എവിടെങ്കിലും പോയി പുള്ളി രക്ഷപ്പെട്ടു. എന്തായാലും ചെന്താമര ഇനിയും ജയിലിൽ തടിച്ചു കൊഴുക്കും. അയാൾ ജാമ്യത്തിൽ ഇറങ്ങും. അയാളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ബാക്കി 3 പേരെ അയാൾ തീർക്കും. ആ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ട മാതൃത്വവും പിതൃത്വവും ഒന്നും ആർക്കും കൊടുക്കാൻ മറ്റാരുമില്ല.